ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് മട്ടൺ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു കുക്കർ എടുത്തു. അപ്പോൾ നമുക്ക് മട്ടൺ അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1 കിലോ ഉണ്ടാവും കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ നമ്മൾ എപ്പോൾ വാങ്ങുമ്പോഴും കഴുകുമ്പോൾ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേ കറിവേപ്പിലയും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി കേട്ടോ, തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞി പൊട്ട് ഇഞ്ചിന്റെ കഷ്ണം കേട്ടോ. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിട്ടിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിൽ ഇതേ 2 പീസ് ഉണ്ടായിരുന്നു, എല്ലിന്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. വിസിലൊന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചത് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതേ പാനിൽ ഒരു നുള്ളു എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വലിയ ജീരകം പൊട്ടിച്ചെടുക്കാം. അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടു. പിന്നെ അത് ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നല്ല വഴണ്ട് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് മതി. കാരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാനുണ്ട്. പിന്നെ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതേ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച മട്ടൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലൊരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനിടയിൽ ഇതേ പൊന്നൂസ് വന്ന് തേങ്ങ വറുത്തത് എടുത്ത് തിന്നെയാണ് കേട്ടോ. അത് വറുത്ത് വെച്ചത് കുറച്ച് കൂടുതൽ വറുത്ത് വെച്ചത് എനിക്കറിയായിരുന്നു ഇങ്ങനെ വന്ന് കഴിക്കണം. അതിനാണ് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തത്. അത് നമുക്ക് അടുപ്പത്തതേ ഒന്നുകൂടി നോക്കാം എന്തായി എന്നുള്ളത്. ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേവിക്കുമ്പോഴും ഇട്ടു, പിന്നെ എപ്പോഴും നമ്മൾ കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, കറിവേപ്പില, പുതിനയില ഇതൊക്കെ 3 ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് റോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അധികം ഗ്രേവി വേണ്ട, നല്ല തിക്കായിട്ട് ഇരുന്നോട്ടെ. അപ്പം നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.